സംസ്ഥാനത്ത് വാഹനങ്ങളുടെ മോഡിഫിക്കേഷൻ സംബന്ധിച്ച ചർച്ചകൾ തുടരവെ മുഖ്യമന്ത്രിക്ക് റിപ്പോർട്ട് കൈമാറാൻ ഒരുങ്ങുകയാണ് ഗതാഗത കമ്മീഷണർ. അനുവദനീയമായ മാറ്റങ്ങൾ മാത്രം ആകാമെന്നാണ് റിപ്പോർട്ടിൽ പറയുന്നത്. 18 തരം സ്റ്റാൻഡേർഡ് എക്യുപ്മെന്റ് കാറ്റഗറി ലിസ്റ്റിന് നിയമതടസ്സം ഇല്ലെന്നാണ് ട്രാൻസ്പോർട്ട് കമ്മീഷണറുടെ റിപ്പോർട്ട്. റിപ്പോർട്ടിൽ ആൾട്രേഷൻ വിഭാഗം സെക്ഷൻ 52 കുറിച്ച് പരാമർശമില്ല. സർക്കാർ പരിശോധിച്ച് റിപ്പോർട്ടിൽ അന്തിമ തീരുമാനമെടുക്കും. മോട്ടോർ വാഹന വകുപ്പിന്റെ അനുമതിയില്ലാതെ വാഹനങ്ങളിൽ വരുത്താവുന്ന മാറ്റങ്ങൾ ഇങ്ങനെയാണ്. സീറ്റ് കവറുകൾ, ഫ്ലോർ മാറ്റുകൾ, സ്റ്റിയറിംഗ് വീൽ കവറുകൾ, ക്രോം ഗാർണിഷിംഗ്, ഡോർ വൈസറുകൾ, മഡ് ഫ്ലാപ്പുകൾ എന്നിവ അനുമതിയില്ലാതെ മാറ്റി ഉപയോഗിക്കാം. അശ്ലീലമല്ലാത്ത ബോഡി സ്റ്റിക്കറുകൾ വാഹനത്തിൽ പതിക്കാം. വാഹനത്തിനുള്ളിൽ ഇന്റീരിയർ ആംബിയന്റ് ലൈറ്റിംഗ് ഉപയോഗിക്കാം. ആൻഡ്രോയിഡ് ഇൻഫോർടൈൻമെന്റ് സിസ്റ്റം വയ്ക്കാം. കൂടുതൽ സ്പീക്കറുകൾ ഘടിപ്പിക്കാം. സുരക്ഷയ്ക്കായി ഡാഷ് ക്യാമറ, റിവേഴ്സ് ക്യാമറ, പാർക്കിംഗ് സെൻസറുകൾ, GPS ട്രാക്കറുകൾ, ടയർ പ്രഷർ മോണിറ്ററിംഗ് സിസ്റ്റം എന്നിവ വാഹനത്തിൽ ഘടിപ്പിക്കാം. ടോ ഹുക്കുകളും അനുവദനീയമാണ്. ലഗേജുകൾ കൊണ്ടുപോകാൻ റൂഫ് കാരിയറുകൾ ഘടിപ്പിക്കാവുന്നതാണ്. 50% കാഴ്ച ലഭിക്കുന്ന സൺ ഫിലിമുകൾ ഒട്ടിക്കാം. ഇനി മുൻകൂർ അനുമതി ആവശ്യമുള്ള മാറ്റങ്ങൾ ഇങ്ങനെയാണ്. അതായത് CMVRലെ റൂൾ 112 പ്രകാരം RCയിൽ രേഖപ്പെടുത്തേണ്ട മാറ്റങ്ങളെ കുറിച്ചാണ് പറയുന്നത്. നിറം മാറ്റുന്നതിന് പണമടച്ച് പ്രത്യേക അനുമതി വാങ്ങേണ്ടതാണ്. പുതിയ എൻജിൻ മാറ്റിവെക്കുന്നതിനും അനുമതി ആവശ്യമാണ്. LPG, CNG തുടങ്ങിയ റെട്രോഫിറ്റ്മെന്റ് കിറ്റുകൾ ഘടിപ്പിക്കുന്നതിനും അനുമതി വേണം. സാധാരണ വാഹനത്തെ EV ആയി മാറ്റുന്നതിനും അനുമതി ആവശ്യമാണ്. വാഹനത്തിന്റെ ചേസ് ഫ്രെയിം മാറ്റുന്നതിനും സർക്കാരിന്റെ മുൻകൂർ അനുമതി ആവശ്യമാണ്. മുൻ സർക്കാരിന്റെ കാലത്ത് പ്രത്യേക പരിശോധനകൾ ശക്തമാക്കിയ MVD നൂറുകണക്കിന് വാഹനങ്ങൾക്കെതിരെ കേസെടുത്തും വലിയ തോതിൽ പിഴ ഈടാക്കിയും നടപടികൾ സ്വീകരിച്ചിരുന്നു. അപകടങ്ങൾക്ക് കാരണമാകുന്ന തരത്തിലുള്ള ലൈറ്റുകളും ശബ്ദ സംവിധാനങ്ങളും ഘടിപ്പിച്ച വാഹനങ്ങൾ പിടിച്ചെടുക്കുകയും ഫിറ്റ്നസ് സർട്ടിഫിക്കറ്റ് റദ്ദാക്കുകയും ചെയ്തിട്ടുണ്ട്. എന്നാൽ പുതിയ സർക്കാർ അധികാരത്തിൽ വന്നപ്പോൾ ആദ്യമേ തന്നെ വാഹനങ്ങളുടെ മോഡിഫിക്കേഷൻ സംബന്ധിച്ച ചർച്ചകളാണ് സജീവമായത്. അന്ന് മുഖ്യമന്ത്രി കൊടുത്ത ഉറപ്പ് വെള്ളത്തിൽ വരച്ച വര പോലെ ആകുമെന്നാണ് MVDയുടെ നിർദ്ദേശങ്ങൾ കേട്ട ശേഷം ജനങ്ങൾ പറയുന്നത്. എന്തായാലും നിയമം പ്രാബല്യത്തിൽ വരുമ്പോൾ ബാക്കി കാര്യങ്ങൾ വ്യക്തമാകും.